Hi guys, this is your cinematic Mallu. So, ഉള്ളൊഴുക്ക് excited to watch it in the big screen. ഇന്ത്യയിലെ ഏറ്റവും മികച്ച തിരക്കഥയായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഇതിൻ്റെ തിരക്കഥ എന്ന് പറയുന്നത്. അപ്പം അത് നമ്മളുടെ ഇൻഡസ്ട്രിയിൽ നിന്നാവുമ്പം അതൊരു സിനിമാ സ്നേഹി എന്നുള്ള നിലയിൽ ഹാപ്പിനെസ്സിൻ്റെ ഒരു മൊമെൻ്റ് ആണല്ലോ. അപ്പം ടു സീ ദാറ്റ് ബെസ്റ്റ് സ്ക്രിപ്റ്റ് ഇൻ ഇന്ത്യ ഇൻ ദ ബിഗ് സ്ക്രീൻ, അതാണ് ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ കഥേനെ അവരെങ്ങനെ പ്രസൻറ്റ് ചെയ്തു എന്നുള്ളത്, ട്രെയിലർ കണ്ടു, പൊളിച്ചു. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കൂട്ടിയിട്ടുള്ളൂ, ഇരട്ടിയാക്കിയിട്ടുള്ളൂ. അപ്പം കഥ എന്ന് പറയുന്നത് ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ്. പക്ഷെ ആ കഥേനെ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുള്ള സിനിമകളിൽ കണ്ടിട്ടുള്ള കഥേനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളിടത്താണ് സിനിമയുടെ ഒരു മാജിക് എന്ന് പറയുന്നത്. അവിടെയാണ് കണ്ടുമടുത്ത കഥേനെ ലൈക്ക് പ്രേക്ഷകനെ എന്താ പറയുക അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളിടത്താണ് അവിടെ ഒരു പുതുമ, ആ പ്രസൻറ്റേഷനിലൂടെ ഒരു പുതുമ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളിടത്താണ് ലൈക്ക് സിനിമ എന്ന് പറയുന്നത് ഒരു മാജിക്കായി മാറുന്നത്. അപ്പം ആ ഒരു എന്താ പറയുക ലൈക്ക് പീസ് ഓഫ് മാജിക് എന്ന് പറയുന്നത് അതാണ് ഉള്ളൊഴുക്കിൽ എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. ഹ്യൂമൻ ഇമോഷൻസ് വെച്ചുള്ളൊരു കളി എന്ന് പറയുന്നത്. കാരണം ഇതിൽ ഉർവശിയുടെ ആയാലും ഓരോ ലൈക്ക് ട്രെയിലറിലുള്ള ഓരോ ഡയലോഗുകൾ, അതിൽ കൊടുത്തേക്കുന്ന ആ ക്യാരക്ടേഴ്സിന് കൊടുത്തേക്കുന്ന ഒരു ഡെപ്ത് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഈ ഹ്യൂമൻ ഇമോഷൻസ് ഞാൻ വിശ്വസിക്കുന്നത് സിനിമയിൽ ഏറ്റവും ഇൻട്രസ്റ്റിങ്ങും ഏറ്റവും ഡേഞ്ചറസും ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹ്യൂമൻ ഇമോഷൻസ് വെച്ച് കളിക്കുക എന്ന് പറയുന്നതാണ്. അത് ആ ഒരു മീറ്ററിൻ്റെ ഉള്ളിൽ വരണം, വന്നില്ലെങ്കിൽ സാധനം പാളിപ്പോവും. അപ്പം അത് ഈ ട്രെയിലറിൽ കാണാനുണ്ട്. ഉള്ളൊഴുക്കിൻ്റെ പൊളിയാണ്. എന്താ പറയുക ക്യാരക്ടേഴ്സിന് കൊടുത്തേക്കുന്ന ഡെപ്ത് എന്ന് പറയുന്നത് ആ ഒരു മീറ്ററിൻ്റെ ഉള്ളിൽ പിടിച്ചാണ് ട്രെയിലറിൽ അവർ ചെയ്തേക്കണേ. അപ്പം അതാണ് ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ്. പിന്നെ സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് ആ ഒരു കഥാപശ്ചാത്തലത്തിനും കഥ പറച്ചിലിനും ഒത്തുപോകുന്ന രീതിയിലുള്ളൊരു മ്യൂസിക്കാണ് സുഷിൻ ഭായ് ചെയ്ത് വെച്ചേക്കണേ. അപ്പം അതാണ് അടുത്തൊരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, സുഷിൻ ശ്യാമിൻ്റെ ഒരു മ്യൂസിക്. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ഇമോഷൻസ് വെച്ചുള്ള കളി, അതാണ് ഉള്ളൊഴുക്കിൽ ഞാൻ കാത്തിരിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്. വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആണത്. നമ്മൾ കണ്ടിട്ടുള്ളൊരു കഥയൊക്കെ തന്നെയാണ് ഉള്ളൊഴുക്ക്, അത് ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ ആ കണ്ടിട്ടുള്ള കഥേനെ ഈ ഹ്യൂമൻ ഇമോഷൻസ് വെച്ച് എങ്ങനെ ഇവർ പ്രസൻറ്റ് ചെയ്യണു എന്നുള്ളൊരു കാര്യം, അത് പ്ലസ് സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്, ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു കഥാപശ്ചാത്തലത്തിന് ബിൽഡ് ചെയ്തെടുത്തേക്കുന്നതൊക്കെ. ദീസ് ആർ മൈ എക്സ്പെക്റ്റേഷൻസ് ഫോർ ഉള്ളൊഴുക്ക്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. And see you guys in the next video. Till then, this is your Cinematic Mallu signing off.